ഞാനിപ്പോൾ എൻ്റെ കാതിൽ വെച്ചിട്ടുള്ളതാണ് ക്രോസ് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ARC ബഡ്സ്. ഇത് ആക്ച്വലി ഞാനും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള പിള്ളേരൊക്കെ ഈ സാധനം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഈ സാധനം ഓപ്പണാക്കി നോക്കിയ സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയി. ഇതെന്തോന്ന് ഹെഡ്ഫോണ്, ഇത് ഹെഡ്ഫോൺ തന്നെയാണ്, ഇത് കാതിൻ്റെ അകത്ത് വെക്കണ്ടേ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓടാനൊക്കെ പോകുന്ന സമയത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പെയറാണ്. അല്ലാതെ നിങ്ങളുടെ ഡെയിലി യൂസിന് പറ്റിയ ഒരു സാധനമൊന്നുമല്ല. ഇതൊരു OWS ബഡ്സ് ആണ്. OWS എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇയർ വെയറബിൾ സ്റ്റീരിയോ ബഡ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അകത്തുള്ള നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2999 രൂപ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ ഒരു വലിയ പെട്ടിക്കകത്താണ് വരുന്നത്. പെട്ടി കൊള്ളാം കേട്ടോ. പ്ലാസ്റ്റിക് പെട്ടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയൊരു പെട്ടി. ആ പെട്ടിക്കകത്താണ് നമ്മുടെ ഈ ഒരു ബഡ്സ് വെക്കുന്നത്. ഈ ഒരു ഷേപ്പിനെ ഡോൾഫിൻ ഷേപ്പ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ ഡോൾഫിൻ ഷേപ്പ് ഇതിനകത്ത് വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ തലയാട്ടി കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ സാധനം അനങ്ങത്ത് പോലും ഇല്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാതൊക്കെ വേർക്കുമല്ലേ. അങ്ങനെ വേർത്ത് കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു ഇഷ്യൂ വരില്ല. കാര്യം ഇത് ആക്ച്വലി നമ്മുടെ കാതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, ഇത് കാതിൻ്റെ പുറത്തേക്കാണ് ഈ ഒരു ബഡ്സ് നിൽക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ട്. പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോ ഓൺ ആക്കാനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലുള്ള ബഡ്സിൽ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്താൽ മതി, സ്പേഷ്യൽ ഓഡിയോ ഓൺ ആവും. നമ്മൾ എങ്ങനെയൊക്കെ തലയാക്കുന്നു അതിനനുസരിച്ച് സൗണ്ട് ആ ഡയറക്ഷനിൽ നിന്ന് ഈ ഡയറക്ഷനിൽ നിന്നൊക്കെ വന്ന് ഭയങ്കര രസമാണ്. പിന്നെ ഉള്ളത് AI നോയ്സ് റിഡക്ഷൻ. നമുക്ക് കോൾ വരാനായിട്ട് ചാൻസ് ഉണ്ടല്ലേ. അങ്ങനെ നിങ്ങൾക്ക് കോൾ വന്നു കഴിഞ്ഞാൽ കോൾ എടുക്കപ്പോൾ നിങ്ങൾ ജിമ്മിലായിരിക്കും നിൽക്കുക, അപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാവും, അവിടുത്തെ മ്യൂസിക് ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് സാമാന്യം ക്വാളിറ്റിയോട് കൂടി കോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു AI നോയ്സ് റിഡക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര നോയ്സ് ഉണ്ടെങ്കിലും നല്ല കോളിംഗ് ക്വാളിറ്റി കിട്ടും. ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ ലാപ്ടോപ്പിൽ ഒരു ന്യൂസ് വെച്ചതിന് ശേഷം ഞാൻ തൊട്ടടുത്തിരുന്ന് സംസാരിച്ചു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാം. ക്രോസ് ബീറ്റ്സിൻ്റെ ARC ബഡ്സ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പൺ ഇയർ വെയറബിൾ സ്റ്റീരിയോ. അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ ഈ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടാവില്ല. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ അതിനകത്ത് വെച്ചിട്ടില്ല. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ സൗണ്ട് ചെയ്യുമോ? ആക്ച്വലി നല്ല രീതിക്ക് തന്നെ സൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടും കൂടി പെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാതിന് സ്ട്രെസ് ഇല്ല. ഇത് കാതിൽ ഇരിക്കുന്നെന്ന് പോലും ഫീൽ ചെയ്യില്ല. കാതിൻ്റെ അകത്തൊന്നും ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നത്. പാട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയാനായിട്ടുള്ളത്, ഞാൻ ഇംപ്രസ്ഡ് ആയത് ഇത് കാതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ എങ്ങനെ ഇത്രയും നല്ല പ്യുവർ ക്ലീൻ ആയിട്ടുള്ള ബേസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നല്ല കിടിലം ബേസ് കിട്ടുന്നുണ്ട്, ഒരു രക്ഷയില്ല. 14.2 mm ഒരു ടൈറ്റാനിയം ഡ്രൈവേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 മണിക്കൂറിലധികം പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 10 മിനിറ്റ് നിങ്ങൾ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 മിനിറ്റ്സ് ആണ് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത്. അതുപോലെ തന്നെ ഒറ്റ ചാർജിന് നമുക്ക് 28 മണിക്കൂർ ഇത് മൊത്തത്തിൽ കേൾക്കാനായിട്ട് പറ്റും. ക്രോസ് ബീറ്റ്സ് ഈ ഒരു ബഡ്സിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് 5.4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിഫ്റ്റ് പെയറിംഗ് പോസിബിൾ ആണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൾട്ടിപ്പിൾ ഡിവൈസിൽ എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഹെഡ്ഫോണിനെ, വിച്ച് ഈസ് വെരി നൈസ്. പറയാതിരിക്കാൻ വയ്യ. വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻറ്റും ഡസ്റ്റ് പ്രൂഫും ഷോക്ക് പ്രൂഫും ആണ്. എങ്ങനെയൊക്കെ നമ്മുടെ കാതിൽ നിന്ന് തറയിൽ വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡസ്റ്റ് അടിച്ചു കഴിഞ്ഞാലോ വെള്ളം വീണ് കഴിഞ്ഞാലോ ഒന്നും അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ടു ബി ഓണസ്റ്റ്, ആദ്യം കണ്ടപ്പോൾ ഞാൻ വലുതായിട്ട് ഇംപ്രസ്ഡ് ആയില്ലെങ്കിലും പിന്നീട് ഇതിൻ്റെ ഫീച്ചേഴ്സും എങ്ങനെയാണ് അവരിത് റിസർച്ച് ചെയ്തിട്ടുള്ളതും എങ്ങനെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ പുറകിൽ അവർ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഐ ആം ഡാം ഇംപ്രസ്ഡ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം ഇത് കാണുമ്പോൾ ഇതിനകത്ത് ക്വാളിറ്റി ഒന്നും കാണില്ല എന്ന് ജഡ്ജ് ചെയ്യും. പക്ഷേ അന്യായ ക്വാളിറ്റിയാണ്, അന്യായ കംഫർട്ടുമാണ്. ടു ബി ഓണസ്റ്റ്, ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ അല്ലാതെ വേറെ ഒന്നും ഞാൻ മാറ്റിയിരുന്നില്ല. ആൻഡ് ദിസ് ഈസ് സംതിങ് വെരി ന്യൂ. ഭയങ്കര കംഫർട്ട്, ഭയങ്കര കംഫർട്ടും നമുക്ക് ഉപയോഗിക്കാൻ തന്നെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2999 രൂപയ്ക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വൺ. നിങ്ങൾ ഇപ്പോൾ യോഗ ചെയ്യുന്നവരാണ്, ജിമ്മ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, റണ്ണിങ്ങിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. ശരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.